അത്തിമരക്കൊമ്പിലിരിക്കണ പൂവാലൻ മൈനീ ഒന്നു ചൊല്ലൂ എന്റെ കാതിൽ ഈ ചിങ്ങമാസ കഥകൾ. അത്തിമരക്കൊമ്പിലിരിക്കണ പൂവാലൻ മൈനീ ഒന്നു ചൊല്ലൂ എന്റെ കാതിൽ ഈ ചിങ്ങമാസ കഥകൾ. നീ ഊയലാടും കഥകൾ ഒന്നു ചൊല്ലൂ എന്റെ കാതിൽ ഒന്നു ചൊല്ലൂ ചൊല്ലൂ മൈനീ. അത്തിമരക്കൊമ്പിലിരിക്കണ പൂവാലൻ മൈനീ ഒന്നു ചൊല്ലൂ എന്റെ കാതിൽ ഈ ചിങ്ങമാസ കഥകൾ. അത്തം നാളിലുത്സവത്തിനു പേരു ചൊല്ലാൻ വന്നോ നീ. അത്തം നാളിലുത്സവത്തിനു പേരു ചൊല്ലാൻ വന്നോ നീ. മുറ്റത്തെ പൂക്കളത്തിനു ഓണവില്ലായി നിന്നു നീ. എന്റെ മാമഴയ്ക്കു നീ കൂട്ടുവന്നതെന്തേ നീ. ചൊല്ലൂ എന്റെ കാതിൽ ഒന്നു ചൊല്ലൂ ചൊല്ലൂ മൈനീ. അത്തിമരക്കൊമ്പിലിരിക്കണ പൂവാലൻ മൈനീ ഒന്നു ചൊല്ലൂ എന്റെ കാതിൽ ഈ ചിങ്ങമാസ കഥകൾ. ഇന്ന് തിരുവോണം, കേരളത്തിൻ്റെ കാർഷിക ഉത്സവം. മാമലക്കണ്ടം ലൈറ്റ് ടു ലൈഫ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി തിരുവോണത്തിങ്കൾ എന്ന പേരിൽ ഓൺലൈൻ മാധ്യമ സഹായത്തോടുകൂടി ക്രമീകരിക്കുകയാണ്. ഓണത്തിന് ഉറുമ്പും കരുതും എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം. ഡയറക്ടറായി പ്രവർത്തിക്കുന്ന റോണി അച്ഛൻ, മാനേജറായി പ്രവർത്തിക്കുന്ന സജി സാറ്, അധ്യാപകർ, സ്റ്റാഫ്, വിവിധ കലാപരിപാടികളിൽ അവതരിപ്പിച്ച കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ, ലൈറ്റ് ടു ലൈഫ് സ്നേഹിതർ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അതെ, ഓണത്തിങ്കൾ എന്ന ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പൊന്നോണത്തുമ്പികൾ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ലൈറ്റ് ടു ലൈഫ് ട്യൂഷൻ സെന്ററിലെ ഓരോ കുഞ്ഞുങ്ങളെയുമാണ്. അവരാണ് ഈ ഓൺലൈൻ ഓണാഘോഷ പരിപാടിയിലെ പൊന്നോണത്തുമ്പികൾ. അവർ ഓരോരുത്തരും ഓണനൃത്തം, ഓണപ്പാട്ട്, ഓണപ്പൂക്കളം അങ്ങനെ വിവിധ കലാപരിപാടികളുമായി ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെയാണ് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ ലൈറ്റ് ടു ലൈഫ് ട്യൂഷൻ സെന്ററിലെ ഡയറക്ടറായ റോണി ഫാദറിനും പ്രോജക്റ്റ് മാനേജറായ സജി സാറിനും സോഷ്യൽ വർക്കറായ മഹേഷ് സാർ, അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, ഈ ഓൺലൈൻ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തിയെയും ഓണത്തിങ്കളെന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓണത്തിന് ഉറുമ്പും കരുതും എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യൻ്റെ ഇല്ലായ്മയെ അറിഞ്ഞ് മുൻകൂട്ടി സ്വരൂപിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇല്ലായ്മയെ മനസ്സിലാക്കി മുൻകൂട്ടി നമ്മൾ മുൻകരുതലുകൾ എടുക്കണമെന്ന്. ഇന്ന് അന്യനാട്ടിൽ നിന്ന് പച്ചക്കറികൾ എത്തിയിട്ട് വേണം മലയാളികൾ ഓണം ആഘോഷിക്കുവാൻ. ഇന്ന് എല്ലാവരും, മലയാളികൾ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഏവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും ഓണത്തിങ്കൾ എന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഈ സമയത്ത് തന്നെ നേരുകയാണ്. വീണ്ടും ഒരു ഓണക്കാലത്തിലേക്കൂടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്.
എന്നാൽ മുൻപ് നമുക്ക് പതിവില്ലാത്തതുപോലെ പരിചയമില്ലാത്തതുപോലെ ഉള്ള ഒരു ഓണമാണ് ഈ വർഷം നമ്മുടെ മുൻപാകെ ഉള്ളത്. നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ ചെയ്യുന്നത് പോലെ ഓണക്കളികൾ ഇത്തവണയില്ല, അത്തപ്പൂക്കളില്ല, പുലികളികളില്ല, ഓണത്തിന്റെ ആഘോഷങ്ങളെന്നുമില്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഭവനങ്ങളിലാണ് നമ്മൾ ഇന്ന് ലോകത്തിന്റെയൊക്കെ ഭയത്തിൽ ഒക്കെ ഭവനങ്ങളിലായിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണല്ലോ. എന്നാൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട്, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓണത്തെ ആഘോഷിക്കുവാനായിട്ട് ഈ വർഷവും നമുക്ക് ശ്രമിക്കാം. സുരക്ഷിതരായിട്ട് ഇരുന്നു കൊണ്ട്, ആൾക്കൂട്ടത്തിൽ ചെല്ലാതെ, നമ്മുടെ ഭവനാംഗങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഈ വർഷവും ഓണം ആഘോഷിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള ആശംസകളൊക്കെ നേരുകയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എന്താണ് ഓണം എന്ന് പറയുന്നത്? നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ശരിക്കും ഓണം എന്ന് പറയുന്നത് എന്താ? ഓണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ഇതിന്റെ പിന്നിലുള്ള കഥയൊക്കെ നമുക്കറിയാം. മഹാബലി തമ്പുരാൻ നാടുവാണിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മഹാബലി തമ്പുരാൻ, വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. പിന്നീട് എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണുവാനായിട്ട് അദ്ദേഹം എല്ലാ വർഷവും എഴുന്നള്ളി വരുന്ന അനുഭവമാണല്ലോ നമ്മൾ ഓണമായിട്ട് പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ഓണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഓണം ഒരു വലിയ ഓർമ്മയാണ്. ഒരു നാട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള സ്വപ്നങ്ങൾ നൽകുന്ന ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് പാടുന്നത് കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നാള് ഈ നാടിനുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. മഹാബലി തമ്പുരാന്റെ കീഴിലുണ്ടായിരുന്ന നാട് സമ്പൽ സമൃദ്ധിയുടെ, തുല്യതയുടെ, എല്ലാവർക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന, എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുന്ന, കള്ളമില്ലാത്ത, ചതിവില്ലാത്ത സന്തോഷത്തിന്റെ അനുഭവം, അങ്ങനെയുള്ള ഒരു ഭരണം ഇവിടെ നിലനിന്നിരുന്നുവെന്നും അങ്ങനെയുള്ള ഒരു നാടായിരുന്നു ഇതെന്നും ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ഓർമ്മകൾ കൊണ്ടാടുന്നത്? അത് നമുക്ക് സ്വപ്നം കാണുവാൻ വേണ്ടിയാണ്. നല്ല സ്വപ്നങ്ങൾ നാളേക്ക് വേണ്ടി തരുവാനായിട്ടാണ് ഓരോ ഓണവും നമ്മൾ കൊണ്ടാടുന്നതും. അത് തലമുറയായിട്ട് നമ്മളിങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൈമാറി ഇത്തരം പാട്ടുകളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു നാടിനെ പറ്റി നിങ്ങൾ സ്വപ്നം കാണണം എന്ന് ഓണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കള്ളമില്ലാത്ത, ചതിവില്ലാത്ത, അഴിമതിയില്ലാത്ത, എല്ലാവർക്കും തുല്യത ലഭിക്കുന്നതായിട്ടുള്ള, എല്ലാവർക്കും ഒരേപോലെ വിഭവങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. കാര്യം ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഓണത്തിന്റെ സദ്യ. പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഒരേപോലെ ഇലയിൽ നിന്നും സന്തോഷത്തോടുകൂടി വയറ് നിറച്ച് തൃപ്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിന്റെയൊക്കെ അനുഭവം പ്രത്യേകിച്ചും പഴയ കാലഘട്ടങ്ങളിലൊക്കെയാണ്. ഒരു വർഷക്കാലം മുഴുവൻ പാടത്ത് പണിയെടുക്കുന്നവർ, പാടത്തെ പണി കഴിഞ്ഞിട്ട് ഭവനങ്ങളിൽ വരുമ്പോൾ വൈകിട്ട് തങ്ങളുടെ കുടിലിൽ വരുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാൻ പോലും ഇല്ലാത്ത അനുഭവങ്ങളുള്ളവർ, അങ്ങനെയുള്ളവർ പോലും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട്, സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുവാനായിട്ട്, വലിയ സദ്യ കഴിക്കുവാനായിട്ട്. അതൊക്കെ വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ പണക്കാരനും പാവപ്പെട്ടവനും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വിഭവങ്ങൾ ലഭിക്കുന്ന, തുല്യതയുടെ അനുഭവമുള്ള, കുറച്ച് നിമിഷങ്ങളിലേക്കാണെങ്കിൽ പോലും ആ ഒരു തുല്യതയുടെ അനുഭവം ആളുകൾക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണം സത്യത്തിൽ നമ്മോട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നാളെയെപ്പറ്റി സ്വപ്നം കാണുവാനായിട്ട്, നമ്മുടെ നാട് നാളെ ഇങ്ങനെയാവണം എന്ന സ്വപ്നം കാണുവാനുള്ള അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. ഓരോ ഓണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും, നിങ്ങൾ വീടുകളിലായിരിക്കുമ്പോഴും, സ്കൂളുകളിൽ പോകുമ്പോഴും, കൂട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോഴും, എവിടെ ഓണം ആഘോഷിക്കുന്നുവോ അതൊക്കെ ആ ഓരോ ഓണവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ നാളെ നമ്മുടെ നാട് മാറണമെന്നുള്ളതാണ്. അഴിമതിയില്ലാത്ത, കള്ളത്തരങ്ങളില്ലാത്ത, ചതിവില്ലാത്ത, നല്ല ഭരണാധികാരികളുള്ള, ജനങ്ങളെ സേവിക്കുന്ന നല്ല ഭരണകർത്താക്കളുള്ള, രാഷ്ട്രീയക്കാരുള്ള, മറ്റുള്ളവരെ കരുതുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ജനങ്ങളുള്ള, നമ്മുടെ അയൽവക്കക്കാരെ കരുതുന്ന അനുഭവമുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കൂടി കരുതുന്ന അനുഭവമുള്ള, സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ അനുഭവം നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്ന് സ്വപ്നം കാണുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അനുഭവമാണ് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഓണത്തിൽ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, സദ്യ കഴിക്കുമ്പോഴൊക്കെ ഈ ദിവസം നമ്മൾ ഭവനങ്ങളിലാണ്, പുറത്തെങ്ങും പോകുന്നില്ല, സമയമുണ്ട്, നിങ്ങൾ സ്വപ്നം കാണുവാനായിട്ട് ചെലവഴിക്കണം. നാളെ ഞാൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ എൻ്റെ നാട് എങ്ങനെയാവണം, അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് സ്വപ്നം കാണുവാനുള്ള അനുഭവമായിട്ട് ഈ വർഷത്തെ ഓണത്തെ പ്രത്യേകമായിട്ടും നിങ്ങൾ
അതിനുള്ള അവസരമാക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. സ്വപ്നം കാണുന്നവരെ എല്ലാവർക്കും പേടിയാണ്. ഭരണാധികാരികൾക്ക് പോലും രാജാക്കന്മാർക്ക് പോലും സ്വപ്നം കാണുന്നവരെ പേടി. എന്തുകൊണ്ടാണ്? സ്വപ്നം കാണുന്നവര് നാളെ ഈ നാടിനെ മാറ്റിമറിക്കുവാനായിട്ട് കരുത്തുള്ളവരാണ്. ഈ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഈ നാടിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി പൊളിച്ചെഴുതുവാനായിട്ട് പുതിയ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കെൽപ്പുള്ളവരാണ് സ്വപ്നം കാണുന്നവരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവർക്ക് മാത്രമേ നാളെ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വപ്നം കാണുന്നവരെ എല്ലാവർക്കും പേടിയാണ്. ഭരണകർത്താക്കൾക്ക് പേടിയാണ്, രാജാക്കന്മാർക്ക് പേടിയാണ്, രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്. കാരണം ഇന്ന് അവരനുഭവിക്കുന്ന സുഖലോലുപതകളെ, കള്ളത്തരങ്ങളെ, അഴിമതികളെ ഒക്കെ സ്വപ്നം കാണുന്നവർ നാളെ ചോദ്യം ചെയ്യുകയും അതിനെയൊക്കെ പൊളിച്ചെഴുതുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്വപ്നം കാണുന്നവരായിട്ട് വളർന്നു വരണം. ഈ ഓണം അതിനുള്ള പരിശീലനമാണ്. നിങ്ങൾ വളർച്ചയുടെ ഓരോ ദിവസങ്ങളിലും നാളെക്കുറിച്ചുള്ള സ്വപ്നം ഉണ്ടാവണം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം ഉണ്ടാവണം. ഈ നാടിനെ കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. അപ്പോഴാണ് അതിനനുസരിച്ച് നമ്മുടെ നാളെകളെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ്. നമുക്കറിയാം, അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്ന അനുഭവമല്ല സ്വപ്നം എന്ന് പറയുന്നത്. പിന്നെന്താ? നമ്മുടെ ഉറക്കം കളയുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, നമുക്കൊരു സ്വപ്നമുണ്ട്. ഈ സ്വപ്നം നേടിയെടുക്കുന്നത് വരെ നമുക്കൊരു സ്വസ്ഥത ലഭിക്കുകയില്ല. ഇത് നേടിയെടുക്കണമെന്നുള്ള കടുത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല. അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ സ്വസ്ഥത കളയുന്ന, നമ്മളെ പിടിച്ചുലയ്ക്കുന്ന അനുഭവമാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഈ നാടിനെ പറ്റി അങ്ങനെയുള്ള ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടാവണം. നാളെ നിങ്ങൾ വലുതാവുമ്പോൾ ഈ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഈ നാടിനെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മൾ ഓണത്തിലൊക്കെ പറയുന്നത് പോലെ തുല്യതയുടെ അനുഭവത്തിലേക്ക്, മറ്റുള്ളവരെ കരുതുന്ന അനുഭവത്തിലേക്ക്, എല്ലാവർക്കും ഒരേപോലെ, പണക്കാരനും പാവപ്പെട്ടവനും എന്ന വ്യത്യാസമില്ലാതെ, ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരനുഭവം ഈ നാട്ടിൽ ഉണ്ടാവണം. തുല്യതയുടെ അനുഭവം ഈ നാട്ടിൽ ഉണ്ടാവണം. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അനുഭവം ഈ നാട്ടിൽ ഉണ്ടാവണം. അങ്ങനെ ഈ നാടിനെ മാറ്റിയെടുക്കുവാനായിട്ടുള്ള സ്വപ്നം കാണുവാൻ ഈ ഓണത്തിൽ നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണത്തിന്റെ എല്ലാ ആശംസകളും നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുക, കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കുക, ഓണസദ്യയിൽ പങ്കെടുക്കുക, മാതാപിതാക്കളെ സഹായിക്കുക. അങ്ങനെ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ഈ വർഷത്തെ ഓണം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആഘോഷിക്കുവാൻ ഇടയാവട്ടെ. നമ്മുടെ രോഗത്തിന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെയുള്ള വിടുതൽ ദേശത്തിനുണ്ടാവട്ടെ. തുടർന്നും സന്തോഷത്തിന്റെ അനുഭവത്തിൽ നമുക്കായിരിക്കുവാനായിട്ട് ഇടയാവട്ടെ. വരുന്ന വർഷങ്ങളിൽ നമുക്ക് പഴയതുപോലെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുവാനായിട്ട് ഇടയാവും. ഈ വർഷം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഇരുന്നുകൊണ്ട് ഓണം ആഘോഷിക്കുക. എല്ലാവിധമായിട്ടുള്ള ആശംസകളും ലൈറ്റ് ലൈഫിന്റെ പേരിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ എൻ്റെ പേരിലും ലൈറ്റ് ലൈഫിന്റെ പേരിലും ഇതിന്റെ ചുമതലക്കാരുടെ പേരിലും ടീച്ചേഴ്സിന്റെ പേരിലും ഒക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ പേരിലും ഒക്കെയുള്ള സ്നേഹവും സന്തോഷവും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലൈറ്റ് ടു ലൈഫ് മാമലക്കണ്ണ യൂണിറ്റിലെ പ്രിയ കൊച്ചുകൂട്ടുകാര്, സോഷ്യൽ വർക്കർ, അധ്യാപകര്, രക്ഷകർത്താക്കൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ അർപ്പിക്കട്ടെ. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണല്ലോ. വളരെ വിപുലമായ രീതിയിൽ എല്ലാവരും എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ മാസം മാമലക്കണ്ടം യൂണിറ്റിലെ കുഞ്ഞുങ്ങളും അധ്യാപകരും ഒത്തൊരുമിച്ച് സ്വാതന്ത്ര്യദിനം വളരെ ഭംഗിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. വളരെ വ്യത്യസ്തമായ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കൊച്ചുകൂട്ടുകാരോടും നേതൃത്വം നൽകിയ അധ്യാപകരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഈ വർഷവും ഓണം ഭവനങ്ങളിൽ നിന്ന് ആഘോഷിക്കുവാൻ നാം നിർബന്ധിതരായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് കൂടി വ്യത്യസ്തമായ ആഘോഷങ്ങളാൽ സദ്യയോടുകൂടെ നമ്മൾ ഓണം ആഘോഷിച്ചു എങ്കിൽ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി ഭവനാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അവസരവും പ്രത്യേകിച്ച് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഈ വർഷത്തെ ഓണം ആഘോഷിക്കുവാനും മാമലക്കണ്ടം യൂണിറ്റ് നേതൃത്വം നൽകാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓണത്തിന് ഉറുമ്പും കരുതും, അതാണല്ലോ നമ്മുടെ മാമലക്കണ്ടം യൂണിറ്റിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ചിന്താവിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കരുതലിന്റെ ദിനങ്ങളാണ്, പ്രതീക്ഷയുടെ ദിനങ്ങളാണ് ഓണം നമുക്ക് നൽകുന്നത്. കരുതലിന്റെ പ്രതീക്ഷയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്.
ഇന്ന് മനുഷ്യൻ സ്വാർത്ഥനായിട്ട് തന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കരുതുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. ഉറുമ്പും കരുതും, ഓണത്തിന് വേണ്ടി ഉറുമ്പും കരുതും എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു നിസാര ജീവിയായ ഉറുമ്പിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഉറുമ്പിന്റെ ഐക്യതയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് വേനൽക്കാലമാകുമ്പോൾ ശൈത്യകാലത്തേക്ക് വേണ്ടി ഒത്തൊരുമിച്ച് ഐക്യതയോടുകൂടെ മത്സരമില്ലാതെ ഒരുമിച്ച് പോയി അവർക്ക് ആവശ്യമുള്ള ആഹാരം കണ്ടെത്തി ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്നു. രണ്ടാമത് ഉറുമ്പിനെ കുറിച്ച് പഠിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത ഒരു ജീവിതാവസ്ഥയാണ്. സ്വയമായിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം വേണം എന്ന് ചിന്തിക്കാതെ ഇന്നത്തെ മനുഷ്യൻ മുഴുവൻ സ്വാർത്ഥനായിട്ട് ജീവിക്കുമ്പോൾ ഉറുമ്പ് എനിക്ക് വേണ്ടി മാത്രമായി തീരണം എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ കരുതുവാൻ അവർ ഒരുമിച്ച് യാത്രയായി ഭാവിയിലേക്ക് അവർ ഒരുമിച്ച് കരുതി വയ്ക്കുന്നു. അതുപോലെ തന്നെ ഉറുമ്പിന്റെ അച്ചടക്കം, അതും നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അച്ചടക്കത്തോടുകൂടെ വരിയായിട്ട് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് അവ അണിനിരന്നുകൊണ്ട് ഭാവിയിലേക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഉറുമ്പ്, അതാണ് ഈ ഓണക്കാലത്ത് നമുക്ക് നൽകുന്ന ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത്. ഉറുമ്പ് കരുതുന്നത് പോലെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതുവാനും നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് സ്വാർത്ഥത നമ്മിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരു മനസ്സുകൂടെ നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മുടെ ഭാവിയെ കരുതുവാനും നമ്മുടെ ചുറ്റുപാടുള്ളവരെ കരുതുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി ഈ ഒരു ഓണക്കാലത്ത് കരുതലിന്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഐക്യതയോടുകൂടെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ മറ്റുള്ളവരെ കരുതുവാനും നമ്മുടെ ഭാവി തലമുറയെ കരുതുവാനുമുള്ള നല്ല ചിന്ത ഈ ഓണക്കാലത്ത് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മാമലക്കണ്ണ യൂണിറ്റിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കൃത്യമായ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ. ഓണത്തിന് ഉറുമ്പും കരുതും എന്ന ലൈറ്റ് ടു ലൈഫിന്റെ ഈ പ്രോഗ്രാമിലുള്ള എല്ലാ അംഗങ്ങൾക്കും, സോഷ്യൽ വർക്കേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം ഓണത്തിന് ഉറുമ്പും കരുതും എന്ന ഈ പ്രോഗ്രാം ഓൺലൈൻ വഴിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൽ എല്ലാവരും സന്തോഷിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ നമ്മുടെ മഹാബലിയെ ആദരിക്കുവാനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഈ വർഷം കൊറോണ എന്ന മഹാമാരി ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ എല്ലാം ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നു. മലയാളികൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ സാധിക്കില്ല. എല്ലാ വർഷവും നമ്മൾ ഓണം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. ഈ വർഷം മഹാമാരി ആണെങ്കിൽ കൂടി നമുക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഓണം. ഓണം എന്ന് കേട്ടാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. പിന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ മഹാമാരിയിൽ നിന്നും നമ്മൾക്ക് എല്ലാവർക്കും വേഗം മോചിതരാകാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. തിരുമേനിയിടുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയിടുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. Letting loose, is that your head?
താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ. തീർന്നു. ടു ലൈഫിന്റെ അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. കൂട്ടുകാരെ വരൂ, നിങ്ങൾ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ.
കുടിക്കാനും കുളിക്കാനും ചെടികൾക്കു നനയ്ക്കാനും ജലമേണമെന്ന കാര്യം മറന്നിടല്ലോ. മാനും മീനും പൈങ്കിടാവും പാട്ടുപാടും പൂങ്കുയിലും പുല്ലും നെല്ലും പുല്ലും ഇടാൻ തെളിർന്നി വേണം. മഴവെള്ളം നിറഞ്ഞിടും കുളം പുഴ ചോലയല്ല ശുചിയാക്കി എന്നുമെന്നും സൂക്ഷിച്ചിടണം. നിന്റെ ചന്തം ചാത്തിയതാരാണ്, ഇത്ര ഭംഗി അണിയിച്ചതാരാണ്. ചിങ്ങപ്പുലരി പെൺകിടാവേ പെൺകിടാവേ നിന്റെ ചന്തം ചാത്തിയതാരാണ്. അഴകേറും വീവിൽ കോടിപ്പുച്ചില ഞുറിയച്ചുടുപ്പിച്ചതാരാണ്. ആരാണ് ആരാണ്. ചിങ്ങപ്പുലരി പെൺകിടാവേ പെൺകിടാവേ നിന്റെ ചന്തം ചാത്തിയതാരാണ്. ഇളമുളത്തത്തെ പുള്ളാൻ കൊടവുമ്മ ഇതുവഴി പോരുന്നതെന്നാണ്. നിന്റെ കൂടെ പാടുന്നതാരാണ്. ഓണത്തുമ്പി ഓണത്തുമ്പി നീനാക്കമ്പി ഇനം പകരുന്നതാരാണ്. നിന്റെ കൂടെ പാടുന്നതാരാണ്. ചിങ്ങപ്പുലരി പെൺകിടാവേ പെൺകിടാവേ നിന്റെ ചന്തം ചാത്തിയതാരാണ്. പൂവാ കുരുന്നില പൂവേരിയോളം പുടവ തരുന്നത് ആരാണ്. പുടവ തരുന്നത് ആരാണ്. ചിങ്ങപ്പുലരി പെൺകിടാവേ പെൺകിടാവേ നിന്റെ ചന്തം ചാത്തിയതാരാണ്. ഇന്ന് തിരുവോണം, മലയാളക്കരയുടെ ഉത്സവ ദിനം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പണ്ട് കേരളക്കര ഭരിച്ച മഹാബലി തിരുമനസിൻ്റെ ഓർമ്മയെ പുതുക്കുന്നതാണല്ലോ ഓണത്തിൻ്റെ ഐതിഹ്യം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മഹാബലി ഭരിച്ച സമ്പൽ സമൃദ്ധിയുടെ കേരളം ഒരിക്കലും മടങ്ങി വരാത്ത ഒരു പാഴ് സ്വപ്നമായി അവശേഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ നേരുന്നു. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. പണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മഹാബലി തന്റെ പ്രജകളെ കാണാൻ കേരളത്തിൽ വരുമെന്നാണ് കേരളീയരുടെ വിശ്വാസം. ഞങ്ങൾ ഒരു ഓണപ്പാട്ട് പാടുന്നതാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തിങ്ങാനും വരത്തില്ലതാനും. അതീതവ്യാധികളൊന്നുമില്ല, കാലമരണമു കേൾക്കാനില്ല. കള്ളവുമില്ല, ചതിയും
ഓണാശംസകൾ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, മൂടിയുടുത്തല്ലോ, ഉണ്ണി കടിമറിഞ്ഞല്ലോ, കൂട്ടുകാരെ വാ വാ വീട്ടിലിരുന്നാലോ. ലൈറ്റ് ടു ലൈഫ് പദ്ധതിയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മഹമ്പനിൽ മുത്തായി മാറ്റും പൂവയാലിൽ, നീ വരൂ ഭാഗം മങ്ങൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കണ്ട മൂടും പൊന്നിൽ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ട മൂടും പൊന്നിൽ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാ നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി, ഇന്നേ കൊയ്യാ നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പുന്നല്ലേ പന്മല പൂമുറ്റം തോറും, നീ വരൂ പൂത്തുമ്പി. നീ ഈ പൂവിളിയിൽ മഹമ്പനിൽ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം മങ്ങൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ, മണ്ണിൽ സംരംഭുമാലയ പമ്പാതീരത്തിൽ. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ, മണ്ണിൽ സംരംഭുമാലയ പമ്പാതീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്യാർവട്ടം ചെത്തി ചെമ്പാരാത്തി, തുമ്പപ്പൂക്കൾ നന്യാർവട്ടം തെച്ചി ചെമ്പാരാത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും, നീ വരൂ പൂത്തുമ്പി. നീ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളു വന്നല്ലോ. ഊഞ്ഞാലിട്ടല്ലോ, പൊന്നൂഞ്ഞാലിട്ടല്ലോ, ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. തുമ്പക്കുടങ്ങൾ കാറ്റിലുടഞ്ഞേ, തുമ്പികൾ ചുറ്റും പാറിപ്പറന്നേ. തുമ്പക്കുടങ്ങൾ കാറ്റിലുടഞ്ഞേ, തുമ്പികൾ ചുറ്റും പാറിപ്പറന്നേ. പുത്തനുടുപ്പിട്ട് പുത്തരിച്ചോരുണ്ട് ഓണമൊരുങ്ങാലോ, പൊന്നോണമൊരുങ്ങാലോ. പുത്തനുടുപ്പിട്ട് പുത്തരിച്ചോറുണ്ട് ഓണമൊരുങ്ങാലോ, പൊന്നോണമൊരുങ്ങാലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ.
വരുമാനങ്ങളില്ലാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഓണക്കവിതയുമായിട്ടാണ്. ഓണക്കിനാവ് എന്നാണ് എൻ്റെ ഈ കവിതയുടെ പേര്. ചിങ്ങാവേയിലു പിറന്നല്ലോ, ഓണത്തുമ്പികൾ പാറിപ്പറന്നല്ലോ. ചിങ്ങാവേയിലു പിറന്നല്ലോ, ഓണത്തുമ്പികൾ പാറിപ്പറന്നല്ലോ. ഒരു വട്ടിപ്പൂവുമായത്തം വന്നു, മുറ്റത്തു പൂക്കളം നിറഞ്ഞല്ലോ. ഒരു വട്ടിപ്പൂവുമായത്തം വന്നു, മുറ്റത്തു പൂക്കളം നിറഞ്ഞല്ലോ. കാക്കപ്പൂവും തുമ്പപ്പൂവും ചേമ്പില കുമ്പിളിൽ നിറച്ചിട്ട്, കാക്കപ്പൂവും തുമ്പപ്പൂവും ചേമ്പില കുമ്പിളിൽ നിറച്ചിട്ട്, ചേട്ടനും പെങ്ങളും തല്ലുകൂടി പാടവരമ്പത്തു തുമ്പിതുള്ളി. ചേട്ടനും പെങ്ങളും തല്ലുകൂടി പാടവരമ്പത്തു തുമ്പിതുള്ളി. പുത്തൻ പൂടവാണിഞ്ഞിട്ട് ഊഞ്ഞാലാടി രസിക്കുന്നു. പുത്തൻ പൂടവാണിഞ്ഞിട്ട് ഊഞ്ഞാലാടി രസിക്കുന്നു. നീലവിളക്കു തെളിച്ചിട്ട് ചുറ്റും അമ്മമാർ കൈകൊട്ടിക്കളിക്കുന്നു. നീലവിളക്കു തെളിച്ചിട്ട് ചുറ്റും അമ്മമാർ കൈകൊട്ടിക്കളിക്കുന്നു. ഉച്ചയ്ക്കു തൂശനിലതന്നിൽ അമ്മ ചൂടുള്ള ചോറു വിളമ്പുന്നു. ഉച്ചയ്ക്കു തൂശനിലതന്നിൽ അമ്മ ചൂടുള്ള ചോറു വിളമ്പുന്നു. ഉപ്പേരി പപ്പടം പച്ചടി കിച്ചടി നീളത്തിലൊഴുകുന്ന കാളനും. ഉപ്പേരി പപ്പടം പച്ചടി കിച്ചടി നീളത്തിലൊഴുകുന്ന കാളനും. നിദ്ര ഇതു മതിയെന്നു ചൊല്ലി ആരോ ചുമലിൽ തട്ടുന്നു. നിദ്ര ഇതു മതിയെന്നു ചൊല്ലി ആരോ ചുമലിൽ തട്ടുന്നു. കണ്ണു തുറന്നു ഞാൻ നോക്കിയിടവേ, തൂശനിലയില്ല വിഭവമില്ല. കണ്ണു തുറന്നു ഞാൻ നോക്കിയിടവേ, തൂശനിലയില്ല വിഭവമില്ല. ആർഭാടങ്ങളില്ലാതെ ആഘോഷങ്ങൾ പരിമിതമായ ഒരു തിരുവോണം നമ്മെ കടന്നു പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. COVID-19 പശ്ചാത്തലത്തിൽ മാമലക്കണ്ടം ലൈറ്റ് ടു ലൈഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം തിരുവോണത്തിങ്കൾ 2020 എന്ന പേരിൽ ഓൺലൈൻ മാധ്യമ സഹായത്തോടെ ക്രമീകരിക്കപ്പെട്ടു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ, മാനേജർ, സോഷ്യൽ വർക്കർ,
അധ്യാപകർ, സ്റ്റാഫ്, വിവിധ പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾ, പ്രോത്സാഹനം നൽകുന്ന രക്ഷിതാക്കൾ, ലൈഫ് ടു ലൈഫ് സ്നേഹിതർ, ഈ പരിപാടി കാണുന്ന ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.